ഇന്നത്തെ മനോരമ പത്രത്തിലെ ഒരു വാർത്ത കണ്ട് വളരെ മനസ്സ് വല്ലാതെ വേദനിച്ചു. പ്രായമായ ഒരച്ഛൻ, അതായത് 73കാരനായ ചാത്തൻ ഗോപാലൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ 71 വയസ്സുള്ള കുഞ്ഞമ്മ, ഇവർ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടപ്പോൾ നാട്ടുകാർ വാടകയ്ക്ക് എടുത്തു കൊടുത്ത ഒരു വീട്ടിൽ കൂത്താട്ടുകുളത്ത് അന്ത്യാലിനടുത്ത് താമസമാണ്. അപ്പോൾ അവർക്കുണ്ടായ സംഭവം എന്ന് പറയുന്നത്, അവർക്കുള്ള ഗതികേടെന്ന് പറയുന്നത്, ഇവർ വളരെ ഓമനിച്ച് വളർത്തിയ ഒരു മകനുണ്ട്. അവനൊരു പോലീസുകാരനായിട്ട് പോയി. കേരള പോലീസ് സേന അംഗമാണ്, ആയിരുന്നു. ഇപ്പോൾ ആണെന്നൊന്നും എനിക്കറിയില്ല. അത് വാർത്തയിൽ ഇപ്പോഴും അയാളെ സർവീസിലുണ്ടോയെന്ന് അതിൽ നിന്ന് കാണുന്നില്ല. ബാക്കി പെൺമക്കളാണ് ഉള്ളത്. അവരൊക്കെ വളരെ ബുദ്ധിമുട്ടി കഴിയുന്നവരാണ് പെൺമക്കൾ. ഇവർ നേരത്തെ താമസം പിറവത്തെ കക്കയം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസം. അവിടുന്ന് അവർ വീടും വിറ്റ് അവരെ കൊണ്ട്, ഈ മോൻ പറഞ്ഞു ഇവിടെ അന്ത്യാലിൽ ഒരു 9.5 സെൻറ്റ് സ്ഥലം വാങ്ങിക്കണം. ഇവനങ്ങ് ഉത്സാഹിച്ച് ഇവരെ കൊണ്ട്, ഈ അച്ഛനെ അമ്മയെ കൊണ്ട് ഈ വീടങ്ങ് വിൽപ്പിച്ചു. അവിടുന്നുള്ള സ്ഥലവും വീടും കൂടെ വിൽപ്പിച്ചു. അത് കഴിഞ്ഞ് 9.5 സെൻറ്റ് സ്ഥലം ഈ അന്ത്യാലെന്ന് പറയുന്ന കൂത്താട്ടുകുളം അന്ത്യാലിൽ വാങ്ങിച്ചു. അത് വാങ്ങിപ്പിച്ചത് വാങ്ങിപ്പിച്ച അവൻ്റെ പേരില്ല, ഇവരുടെ പേരിലല്ല. അതോടുകൂടി കാര്യം തീർന്നല്ലോ. അവൻ്റെ പേരിൽ 9.5 സെൻറ്റ് സ്ഥലം വാങ്ങിപ്പിച്ചു. ഈ ബാക്കി വന്ന പണം കൊണ്ട് അതിനകത്ത് ഇവർ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു വീടാണ്, പടം കണ്ടിട്ട് നല്ലൊരു വീടാണ്, അത് പണിയിപ്പിച്ചു. ആ വീടും പണിഞ്ഞു. അവരതിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ അവരവിടെ അവരുടെ ചെലവ് കഴിയുന്നതൊക്കെ ഇതിനടുത്തുള്ള ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്നുണ്ട്. അതിൽ നിന്നുള്ള ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ടാണ് അവരുടെ ചെലവ് കഴിയുന്നത്. പിന്നെ നാട്ടുകാർ പലരും ചെറിയ തുകകളൊക്കെ കൊടുത്ത് സഹായിക്കും. അങ്ങനെ ഈ പെൺമക്കളും അതുപോലെയാണ്. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെന്തെങ്കിലുമൊക്കെ ചെറിയ സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അവർ വളരെ വലിയ പട്ടിണിയില്ലാതെ കഴിയുകയാണ്. പിന്നെ അവർ അഭിമാനികളായതുകൊണ്ടൊന്നും പറയാതെ അവർ മുണ്ടും മുറുകി കൊടുത്ത് അങ്ങ് കഴിയും. അങ്ങനെ ഇരുന്നപ്പോൾ എന്താണെന്നറിയാം, അവരറിയുന്നേ, ഒരു 4 വർഷം മുമ്പ് ഈ മകൻ ഇങ്ങോട്ട് വന്ന് 2022 ശേഷം ഇവൻ ആ വീട്ടിലോട്ട് വന്നിട്ടില്ല. ഈ അച്ഛനെ അമ്മയെ കാണാൻ വലിയ സ്നേഹമുള്ളവൻ, അവൻ്റെ പേര് പത്രം വായിപ്പിച്ചല്ലേ, വന്നിട്ടില്ല. എന്നിട്ട് അവൻ പതുക്കെ അവരെ ഒരു 4 വർഷം മുമ്പ്, അതായത് അപ്പോൾ 2002 തന്നെയാണ്, അവൻ പറഞ്ഞു, ഇത് ലോൺ എടുത്തേക്കുക വസ്തുവിന്, അത് ജപ്തിയായി, അപ്പം അതിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അവരെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് ഈ വൃദ്ധരായ ആളുകൾ മാതാപിതാക്കളോട് പറയുകയാണ്. എന്തെങ്കിലും ബോധമുള്ളവന്മാർ ചെയ്യുന്ന ഒരു പണിയാണോ ഇത്? ഇതിൽ പല ദ്രോഹം ആരെടുത്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇവരെ കൊന്നുകളഞ്ഞാൽ പോലും അബാമിനെ വെറും കൊലയാളി എന്നേ പറയാൻ ഒക്കുള്ളൂ. പക്ഷേ ഇത് അതിനപ്പുറമല്ലേ, ഇവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവർക്ക് വീടില്ല, അവരിറങ്ങിപ്പോണം. ഇത് പറഞ്ഞിട്ടുമുണ്ടല്ലോ, 4 വർഷം അവർ കടിച്ചു പിടിച്ച് ഒരു 3 വർഷം കൂടെ അതിലങ്ങ് കിടന്നു ആ വീട്ടിൽ. അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞപ്പോൾ ആണ് കഴിഞ്ഞ വർഷം വന്ന് ഇപ്പോൾ ജപ്തിയായി. ഈ വീട് വന്ന് ജപ്തി ചെയ്തു, ഇവരെ ഇറക്കി വിട്ടു. വീടും പൂട്ടി അവർ പോയി, ഇവരെ ഇറക്കി വിട്ടു. ബാങ്കുകാർ പൊസഷൻ എടുത്തു, വീടിൻ്റെ സർഫേസി ആക്ട് അനുസരിച്ചായിരിക്കും. ഏതായാലും അന്വേഷിച്ചപ്പോൾ എന്താണെന്നറിയുമോ, 40 ലക്ഷം രൂപ, ഇവൻ ലക്ഷങ്ങളാണ് അതിൽ നിന്ന് ബാങ്കിൽ നിന്ന് കടമെടുത്ത്. അതിന് സെക്യൂരിറ്റി കൊടുത്താണ് ഈ വസ്തു. അപ്പോൾ അതിന് ഏതാണ്ട് 40 ലക്ഷം രൂപ കുടിശ്ശികയുണ്ട്, അടയ്ക്കണം. അവൻ ലോൺ എടുത്ത് തിന്ന പൈസയുണ്ടല്ലോ, അത് അടയ്ക്കാതെ കുടിശ്ശിക വരുത്തി ഈ പാവങ്ങളെ, ഈ പ്രായമുള്ള 2 പേരെ, ഈ വയോധികരായ മാതാപിതാക്കളെ ആ വീട്ടിൽ നിന്ന് ആ വീട് ജപ്തി ചെയ്ത് ഇറക്കി വിട്ടു. കൂളായിട്ട് വന്ന് പറഞ്ഞിട്ടങ്ങ് പോയി, അതേ ജപ്തിയാണ്, അതുകൊണ്ട് അങ്ങ് ഇറങ്ങി ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ഇവൻ എന്നാൽ ഒരു വീടെടുത്ത് കൊടുക്കല്ലേ ചെയ്തേ. പിന്നെ അവിടുത്തെ നല്ലവരായ നല്ല മനസ്കരായിട്ടുള്ള നാട്ടുകാരുണ്ട് അവിടെ. അവർ തന്നെ പണം സ്വരൂപിച്ച് നാട്ടുകാർ എല്ലാം കൂടി ചേർന്നൊരു വീട് വാടകയ്ക്കെടുത്ത് ഈ പാവങ്ങളെ അവിടെ കിടത്തിയേക്കാഇപ്പോൾ. അവർക്ക് അയാൾക്കാണെന്നെങ്കിൽ ഗോപാലിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്, ശരിയായ കാഴ്ചയില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. മക്കൾ സംരക്ഷിക്കേണ്ട പ്രായം, ശരിയായി സംരക്ഷിച്ച് വളർത്തി മകൻ, അവൻ ജോലി കിട്ടി പോലീസ് സേനാംഗമാണ്. ഇവന് പോലീസായിട്ടിരിക്കാനുള്ള അധികാരമുണ്ടോ, അവകാശമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. മോറൽ ആയിട്ടുള്ള ഒരു അതോറിറ്റി വേണമല്ലോ, അവനതുണ്ടോ?
ആളുകളുടെ നല്ലത് നോക്കുന്നതും ആളുകളെ നന്നായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അവരെ നോക്കാനും അവരുടെ സംരക്ഷണത്തിനുമല്ലേ ഈ പോലീസ് എന്ന് പറയുന്ന സേനയുള്ളത്. അതിൽ അംഗമായിട്ടിരിക്കുന്നവൻ അവൻ്റെ തന്തയും തള്ളയും നോക്കാൻ അവൻ അറിഞ്ഞൂടാ. അവരെ തെരുവിലോട്ട് കളഞ്ഞിട്ട് അതും അവൻ്റെ പേരിൽ കളിപ്പിച്ച് അവരുടെ ഇന്ന് വസ്തു വാങ്ങിച്ച് 9 സെൻറ്റ് വാങ്ങിയെടുത്തു. അതും വാങ്ങിയെടുത്ത് അവൻ്റെ പേരിൽ വാങ്ങിച്ചിട്ട് അതവൻ കൊണ്ടുവന്നു ബാങ്കിൽ പണയം വെച്ചു. ആ വസ്തു ഈ സർഫേസി ആക്ട് അനുസരിച്ച് ജപ്തി ചെയ്ത് പോയി. ഇത് നമ്മുടെ മനസ്സിനെ വല്ലാതെ മതിക്കുന്ന ഒരു സംഭവമാണ്. അച്ഛനെ അമ്മയെ നോക്കിയില്ലെങ്കിലും പോട്ടെ, അവരെ ഇതുപോലെ ചതിക്കാമോ? അവർക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പത്താണ് അത് വാങ്ങിയെടുത്തത്, അത് മുഴുവൻ. എന്നിട്ട് അത് കൊണ്ടുവന്ന് ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് അതിന് ജപ്തി ആയപ്പം വന്ന് പറയും ജപ്തി ആയിട്ടുണ്ട്, ഇനി ഇറങ്ങി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ മൂട് തെട്ടി അവൻ്റെ പൊടി പോലും ഇല്ല, അവൻ പോയി. 2022 ശേഷം അവൻ വീട്ടിൽ വരത്തില്ല. ഇതാണ് സംഭവം. ഇത് എന്താണെന്നറിയാം, ഇങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. എനിക്കിത് പറയാനുള്ള അവകാശമുള്ളത് വയസ്സുകാലത്ത് എൻ്റെ പാപ്പായും ഉമ്മയും ഞാൻ നോക്കിയവരാണ്. അവർ മരിക്കുന്നവരെ എൻ്റെ കൂടെ താമസിച്ച് അവരെ സംരക്ഷിക്കാൻ ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാൻ ധൈര്യമായിട്ട്. അപ്പം ഇവനെ പോലുള്ളവനെ എന്ത് ചെയ്താൽ നോക്കും ഇങ്ങനെയുള്ളവനെ? എന്നിട്ട് അവർ കൊണ്ടുവന്ന അവസാനം RDOയിൽ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനാണല്ലോ ജൂറിസ്ഡിക്ഷൻ ഉള്ളത്, മെയിൻ്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് അനുസരിച്ച് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇവൻ്റെ പേരുള്ള ആധാരം പോലും സെറ്റിസ്ഫൈഡ് ചെയ്യേണ്ടതാണ്. പക്ഷെ അത് ബാങ്കുകാർക്ക് അവൻ കൊണ്ടുവന്ന് ബാങ്കിലങ്ങ് വെച്ചു. ബാങ്കിന് ചാർജുണ്ട്, വളരെ നൂലാമാലകളാണ് ഇനി. എന്നാൽ പോലും ഇവൻ്റെ പേരുള്ള ആധാരം സെറ്റിസ്ഫൈഡ് ചെയ്യും. കാരണം ഇവരെ കളിപ്പിച്ച് വാങ്ങിച്ചാണ്. പിന്നെ കളിപ്പിച്ചൊന്നും പറയാൻ ഒക്കത്തില്ല. അവൻ വില കൊടുത്ത് വാങ്ങിച്ചതായിട്ടല്ലേ ആധാരം കാണുള്ളൂ. അവൻ്റെ പേരിൽ ഒന്നുമില്ലല്ലോ. ഇവർ എഴുതി കൊടുത്തതാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കുമെന്നുള്ള ബോധ്യമുള്ളതിനാൽ ഞങ്ങൾ നിൻ്റെ പേർക്ക് തരുന്നു എന്ന് പറഞ്ഞ് ഒരു ധനനിശ്ചയാധാരം സെറ്റിൽമെൻറ്റ് ഈടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ദാനയാധാരമായിരുന്നെങ്കിലും പറയാം. പക്ഷേ ഇതൊന്നും ഒക്കത്തില്ല. എന്നാൽ ഇവന് ശമ്പളമുണ്ട്, പോലീസ് സേനാംഗമല്ലേ, അവന് ശമ്പളം ഉള്ളപ്പോൾ നല്ല സാലറി ഉള്ളതാണ് അവന്. അവസാനം കൊടുത്തപ്പോൾ അവർ ചെലവിന് കൊടുക്കാൻ അനുവദിച്ച എത്രയെന്നറിയോ? 3000 രൂപ മാസം. ഈ അസുഖം ബാധിച്ചേക്കുന്ന ഈ 2 പേർക്കും കൂടെ ഒരു മാസം 3000 രൂപ കൊണ്ട് എന്ത് ചെലവിന് വെക്കും? ഇവന് നല്ല ശമ്പളമുള്ളവനല്ലേ. ഇതൊക്കെയാണ് ഈ RDOയ്ക്കൊക്കെ ഇതിൻ്റെ അധികാരം ഈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമാർക്ക് കൊടുത്താൽ അവർക്കിത് പ്രയോഗിക്കാൻ അറിഞ്ഞൂടെ? ഇത് അയാൾ നോക്കണം. അയാളെ ഈ ഉത്തരവ് പാസ്സാക്കി നിൽക്കുന്നവനൊന്ന് ചിന്തിക്കണ്ടേ? അവൻ്റെ പെണ്ണും പിള്ളയ്ക്കും കഴിയാൻ 3000 രൂപ മതി ഒന്ന് മാസം. അത് ആദ്യം ആലോചിക്കണ്ടേ? അത്രയും വലിയ നിലവൊന്നും ഇല്ലെങ്കിലും പട്ടിണി കിടക്കാതെ വീടിന് വാടക കൊടുത്ത് എന്തെങ്കിലും കഴിക്കത്തക്കവണ്ണം ഉള്ള ഒരു തുക വേണ്ടേ അവാർഡ് ചെയ്യാൻ ഈ 2 പേർക്കും കൂടെ? അത് ചെയ്തില്ല. 3000 രൂപയാണ് മാസം ചെലവിന് ഇയാൾ അനുവദിച്ചേക്കുന്നത്. ആ അനുവദിച്ചേക്കുന്ന കാശുണ്ടല്ലോ, ഈ കഴിഞ്ഞ 1 വർഷമായി അത് കിട്ടിയിട്ടില്ല. ഒരു പൈസ അവൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളവനെ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളാമോ? ഇത് ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയും അതുപോലെ ആഭ്യന്തര വകുപ്പും ശ്രദ്ധിക്കണം. യവനെ സർവീസിൽ നിന്ന് പറഞ്ഞയക്കണം ഈ വൃത്തികെട്ടവനെ. കാരണം അല്ലെങ്കിൽ തന്തയുടെയും തള്ളയുടെയും കാര്യം ആദ്യം ശരിയാക്കിയിട്ട് വരാൻ പറയണം. അതാദ്യം ചെയ്യണം. അതാണ് ചെയ്യേണ്ടത്. അതാണ് നീതി.